ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇത് വെച്ചാൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. ആദ്യത്തെ കുറച്ച് ഗാർഡനിങ് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുവാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും സ്കൂളിൽ പോകണം. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇഡ്ഡലിയും സാമ്പാറുമാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയത്. ഇഡ്ഡലി സാമ്പാറും 2 പേർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ ചെറിയ ആൾക്ക് കറി അങ്ങനെ വേണമെന്നില്ല, ഇഡ്ഡലി മാത്രമായിട്ടും കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ സ്നാക്സിന് വേണ്ടി കൊടുത്തു വിടുന്നത് നമ്മൾ ഇഡ്ഡലി തന്നെയാണ്. പിന്നെ ബേക്കറി ഫുഡൊന്നും നമുക്ക് ആ സ്കൂളിലോട്ട് അലൗഡ് അല്ല. അതുകൊണ്ട് 2 പേർക്ക് നമ്മൾ ഇഡ്ഡലി തന്നെയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. പിന്നെ ഇളയ ആൾക്ക് പിന്നെ ഒരു ഇഡ്ഡലിയാണ് കൊടുത്തത്. 2 ഇഡ്ഡലി വെച്ചപ്പോൾ എനിക്ക് 1 മതി. ഒന്നിൻ്റെ കൂടെ എനിക്കൊരു മുട്ട വേണം പൊരിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവനൊരു മുട്ട പൊരിച്ച് കൊടുത്തു. അപ്പോൾ കറി ഞാനൊരു സെപ്പറേറ്റ് ടിഫിൻ ബോക്സിനകത്തുള്ള തന്നെ ഒരു ചെറിയ ബോക്സിനകത്തോട്ട് കുറച്ച് കറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോന് കറി വേണ്ട, മുട്ട പൊരിച്ചതും പിന്നെ ആ ഒരു ഇഡ്ഡലി മാത്രം മതി സ്നാക്സിനെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 പേർക്കുള്ള വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഇപ്പോൾ സ്കൂൾ തുറപ്പിന് വാങ്ങിയ 2 ബോട്ടിലാണ്, വാട്ടർ ബോട്ടിലാണ്. പിന്നെ 2 പേരും ഒരേ നിറം തന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെ 2 പേർക്കും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. മൂത്ത ആളിന് ഇഡ്ഡലി തന്നെ മതി എന്നാണ് പറഞ്ഞത്. ഇയാളിത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇയാൾ സ്നാക്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, ഉച്ചയ്ക്കത്തേക്ക് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾക്ക് ഞാൻ ഇലയിൽ പൊതിഞ്ഞെടുത്തു. ഫ്രണ്ട്സിനോടുള്ള ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അങ്ങനെ മോനും എല്ലാം സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പം പുറത്തിറങ്ങി നിൽക്കുകയാണ് മുറ്റത്ത് ചെടികളുടെയൊക്കെ എടുത്ത്. അന്നേരം മൂത്ത ആൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അയാൾ തന്നെ അങ്ങ് സ്കൂളിലേക്ക് പോകും. ഇയാൾക്ക് സ്കൂൾ ബസ്സിൽ കയറ്റി വേണം, കുറച്ച് ദൂരെയാണ് സ്കൂള്. അങ്ങനെ മക്കളെയൊക്കെ വിട്ടിട്ട് വന്ന് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് ചോറും ഒക്കെ റെഡിയാക്കണം. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അടുപ്പിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ. ആ സൈഡിൽ എടുക്കാനുള്ള എളുപ്പം കൊണ്ട് അവിടെ വെക്കുന്നത്. പിന്നെ ഈ പണിയായുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു ചെറിയ പാട്ടയിലിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാനുള്ള മണ്ണെണ്ണ, പിന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇടുന്ന പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടുപ്പിൻ്റെ ഒരു സൈഡിൽ തന്നെ കട്ടിംഗ് ബോർഡ് അതൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് തൂത്ത് വാരുന്ന കവറുകളും പേപ്പറുകളൊക്കെ ആ വേസ്റ്റ് ബിന്നിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് തരം തിരിച്ച് പേപ്പർ വേറെ കവർ വേറെയൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ച്. ഈ കവറൊക്കെ നമുക്ക് ഇവിടെ ഹരിതകർമ്മ സേനയുടെ ചേച്ചിമാർ വരും, അവർക്ക് കൊടുക്കും. പിന്നെ പേപ്പറുകളൊക്കെ ഞാൻ കത്തിച്ച് കളയും, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഒരു കവറിനകത്തോട്ട് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ കവറുകളൊക്കെ മാറ്റി ബാക്കി വന്ന പേപ്പറും പൊടിയൊക്കെ പറക്കി ഞാൻ അടുപ്പിലിട്ടിട്ട് അങ്ങനെ അടുപ്പ് കത്തിച്ച് രാവിലെ തന്നെ വെള്ളം കുടിക്കാനുള്ള അങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ടോ. ആദ്യം അതാണ് ചെയ്യുന്നത്, ഞാൻ വെള്ളം തിളപ്പിക്കും. എന്നിട്ട് ആ അടുപ്പിലോട്ട് തന്നെ ചോറിനുള്ള വെള്ളം വെക്കും. അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ തിളപ്പിച്ച് ഊറ്റി എടുത്തതാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് 2 പേർക്കും സ്കൂളിൽ ഉച്ചഭക്ഷണമുണ്ട്, ചോറ് കൊണ്ടുപോകണ്ട. എന്നാലും ചില ദിവസങ്ങളിലൊക്കെ 2 പേരും പറയും ചോറ് വേണമെന്ന്. 2 പേരും ഒരാളെ ഇപ്പോൾ ചേർത്തതേ ഉള്ളൂ. മൂത്ത ആൾ പറയും, ചില ദിവസങ്ങളിൽ പറയും ചോറ് വേണമെന്ന്. അന്ന് ഞാൻ ചോറ് കൊടുത്തു വിടും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കും. പിന്നെ ഇളയാളെ ഇപ്പം തന്നെ LKG ചേർത്തതേ ഉള്ളൂ. ഈ വർഷമാണ് ചേർത്തത്, പുതിയ സ്കൂളിലേക്ക് പോയത് കേട്ടോ. ചോറ് തിളപ്പിക്കാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ചോറിന് ഉള്ള അരി അടുപ്പത്തിടുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറേ ഉള്ളൂ. അപ്പം 2 നേരത്തേക്കൂടെയുള്ള ചോറ് കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് അരിയും കൂടെ ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബീൻസ് പയറെടുത്ത് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. നമുക്ക് കുറച്ച് ബീഫ് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി വെച്ചു. അങ്ങനെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.